സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതെടുത്താണ് CSR, നെറ്റ്, ഗേറ്റ്, ജസ്റ്റ്, ടിഫർ, ഏതിനായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ പ്രോബ്ലംസ് നമുക്ക് കിട്ടും. ഇത് നല്ലോണം പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മെട്രിസസിൽ. അപ്പം നമുക്കിത് നോക്കാം. സോ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂട്ട് നമുക്ക് നോക്കാം. സപ്പോസ് there are two square matrices, okay, two square matrices A and B of same order. ഇതിൻ്റെ ഓർഡർ രണ്ടിൻ്റെയും സെയിം ആയിരിക്കണം. ഓക്കെ, ആർ സിമിലർ മെട്രീസസ്. Are similar matrices, then they have same characteristic equation. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനൊക്കെ എന്തോന്ന് പറഞ്ഞു. അപ്പോൾ സിമിലർ മെട്രീസസ് ആണെങ്കിൽ they have same characteristic equation. So they have ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സെയിം ആണ്. എന്തായിരിക്കും? ട്രേസ് സെയിം ആയിരിക്കും. സെയിം ട്രേസ്, ഡിറ്റർമിനൻറ്റ് ആൻഡ് ഈഗൻ വാല്യൂസ്, ഇതെല്ലാം അതിന് സെയിം ആയിരിക്കും. രണ്ട് മെട്രീസസ് സെയിം ട്രേസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഡിറ്റർമിനൻറ്റ് ആൻഡ് ഈഗൻ വാല്യൂസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. So there must be an invertible matrix P such that B is equal to P inverse AP, where A and B are similar matrices. അപ്പോൾ ഒരു ഇൻവേർട്ടിബിൾ മെട്രീസ് ഉണ്ടായിരിക്കണം. അതാണ് പി, ഇൻവേർട്ടിബിൾ ആയിരിക്കണം. അതായത് ബി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്തെഴുതാം? ബി എന്ന് പറയുന്നത് പി ഇൻവേഴ്സ് എ പി. ഇതാണ് ഡെഫിനിഷൻ. എ ആൻഡ് ബി സിമിലർ മെട്രിക്സ് ആണെങ്കിൽ അവിടെ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി എക്സിസ്റ്റ് ചെയ്യണം. ഇൻവേർട്ടിബിൾ ആയിരിക്കണം. ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ പി മസ്റ്റ് ബി നോൺ സിംഗുലർ, അല്ലേ? നോൺ സിംഗുലർ. കാരണം എന്താണ്? എ ഇൻവേഴ്സ് നമുക്കറിയാം അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. നോൺ സിംഗുലർ മെട്രിക്സസ് ആർ ഇൻവേർട്ടിബിൾ. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇതറിഞ്ഞിരിക്കണം. അപ്പോൾ ബി ഈക്വൽ പി ഇൻവേഴ്സ് എ പി ആണേ, ഞാൻ മൾട്ടിപ്ലൈങ് ബൈ പി on both സൈഡ്സിൽ ഞാൻ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈങ് പി ഓൺ ബോത്ത് സൈഡ്സ് ത്രൂ ലെഫ്റ്റ്. അതായത് പി ബി ലെഫ്റ്റിൽ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും ലെഫ്റ്റിൽ കൂടെ പി ഇൻവേഴ്സ് എ പി. അപ്പോൾ എന്ത് കിട്ടും? പി ബി. പി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഐ ആണ്. അപ്പോൾ ഇതിന് എ പി എന്ന് എഴുതിക്കൂടെ. അപ്പോൾ പി ബി ഈക്വൽ ടു എ പി. കണ്ടോ? അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇഫ് ദിസ് എബോ റിലേഷൻ എക്സിസ്റ്റ്, then P is called similarity matrix, and the transformation, ഈ ട്രാൻസ്ഫോർമേഷൻ പറയുന്ന പേരാണ് ഈസ് നോൺ ആസ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എയും ബിയും രണ്ട് മെട്രിക്സസ് ആണ്, സെയിം ഓർഡറിലെ മെട്രിക്സസ്.
അത് സിമിലർ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സെയിം ആയിരിക്കും, ട്രേസ് ഡിറ്റർമിനൻറ്റ് ഏകൻ വാല്യൂ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്നത് പി ഇൻവേഴ്സ് എ പി എന്ന് എഴുതാം, വേർ പി ഈസ് ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആൻഡ് എ ആൻഡ് ബി ആർ സിമിലർ മെട്രിക്സസ്. നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സപ്പോസ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു മെട്രിക്സ് എ 1 2 -3 4, ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് സെയിം ഓർഡറിൽ നമ്മൾ എടുക്കാം. 5 5 സപ്പോസ് -2 0, ഇതും 2/2 ആണ് അല്ലേ? ആ, അപ്പം ഇത് സിമിലർ ആണെങ്കിൽ സിമിലർ മെട്രീസസ് നമ്മൾ പറയുന്നില്ല, രണ്ട് മെട്രീസസ് എടുത്ത് അപ്പം അതിൻ്റെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കാം. എയുടെയും ബിയുടെയും സിമിലർ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സെയിം ആയിരിക്കണമെന്നാണല്ലോ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാൻ നമുക്ക് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഈക്വൾ 0, ഡിറ്റർമിനൻറ്റ് ബി മൈനസ് ലാംഡ ഈക്വൾ 0, ഇതല്ല ഇക്വേഷൻ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. വേറൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. ഷോർട്ട് ട്രിക്ക് അതായത് 2/2 കേസൊക്കെ ആണെങ്കിൽ, 2/2 മെട്രീസസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ പ്ലസ് ഡിറ്റർമിനൻറ്റ് എ ഈക്വൾ 0, ഇതാണ് ഇക്വേഷൻ. ഇതങ്ങ് ചെയ്താൽ മതി. ഇത് നോക്കിയേ, ഫസ്റ്റിൻ്റെ കേസിൽ ഇതിൻ്റെ കേസിൽ എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ എന്താണ് 5 ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് എന്താണ് 4 -6 പ്ലസ് 10 = 0. കണ്ടോ, ഒറ്റ സ്റ്റെപ്പ് ഇക്വേഷൻ കിട്ടി. അപ്പം നമുക്ക് ഡിറ്റർമിനൻറ്റ് അങ്ങനെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതെടുത്താൽ ബി മൈനസ് ലാംഡ ഈക്വൾ 0, അത് ചെയ്യുമ്പോൾ എന്താണ് ഈ ഷോർട്ട് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താണ് ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് എന്താണ് പ്രിൻസിപ്പൽ ഡയഗണൽസിൻ്റെ സമ്മ് -5 ലാംഡ പ്ലസ് 10 = 0. നോക്കൂ, സിമിലർ മെട്രിക്സ് ആണ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബീനെ പി ഇൻവേഴ്സ് എ പി ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ഇത് പറയാം. അതായത് നമുക്ക് പി ബി ഈക്വൾ ടു എ പി, ഇത് നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, എഴുതാം, അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് പി കണ്ടുപിടിക്കണം. ഓക്കെ, സപ്പോസ് പി എന്ന് പറയുന്നത് സെയിം ഓർഡറുള്ള എ ബി സി ഡി രണ്ട് ഇങ്ങനെ എടുക്കുക. നമുക്കറിയത്തില്ല ഇതെന്തോന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുക പി ബി എ ബി സി ഡി ഇൻറ്റു ബി എന്താണ് 5 5 -2 0 ഈസ് ഈക്വൾ ടു നമ്മൾ പി കണ്ടുപിടിക്കാൻ പോവാണ്. എ പി എന്ന് പറയുമ്പോൾ 1 2 -3 4 ഇൻറ്റു എ ബി സി ഡി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 5a - 2b 5a, ഓക്കെ, 5c - 2d 5c is equal to a plus 2c b plus 2d minus 3a plus 4c minus 3b plus 4d. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5a - 2b equal to a plus 2c എന്ന് കിട്ടും. a ഇപ്പുറത്ത് വരുമ്പോൾ 4a - 2b - 2c equal to 0 എന്ന് കിട്ടും. ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് എടുക്കുമ്പം 5a is equal to b plus 2d എന്ന് കിട്ടും. അപ്പോൾ 5a minus b minus 2d equal to 0 എന്ന് എഴുതി ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുക. ഇനി അടുത്തത് 5c minus 2d equal to minus 3a plus 4c എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 3a plus c minus 2d equal to 0 എന്ന് കിട്ടും. ഇക്വേഷൻ 3 എന്ന് മാർക്ക് ചെയ്യുക. അടുത്ത ഇക്വേറ്റ് ചെയ്യുമ്പോൾ 5c is equal to minus 3b plus 4d എന്ന് കിട്ടും. അപ്പോൾ 5c plus 3b minus 4d equal to 0 എന്ന് കിട്ടും. ഇക്വേഷൻ 4 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പം നമുക്ക് ഇത്ര ഇക്വേഷൻ ഉണ്ട്. 4a minus 2b minus 2c is equal to 0, 5a minus b minus 2d is equal to 0, 3a plus c minus 2d is equal to 0, 5c plus 3b minus 4d is equal to 0. അപ്പം 4 അൺനോൺസ് ആണ്, 4 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? സോൾവ് ചെയ്യാം, എക്സാക്ട്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് എക്ക് 1 കിട്ടും, ബിക്ക് 1 കിട്ടും, സിക്ക് 1 കിട്ടും, ഡിക്ക് 2 കിട്ടും. ഇതാണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. 4 × 1 minus 2 × 1 minus 2 × 1 equal 0, 4 minus 4 equal 0. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇതാണ് ആൻസർ. ഇത് ചെയ്ത് നോക്കുക, നമുക്ക് കിട്ടും.
അപ്പം നമുക്ക് പി എഴുതാം. എങ്ങനെ എഴുതാം? 1 1 1 2 അല്ലേ? നമുക്കറിയാം പി ഒരു ഇൻവേർട്ടിബിൾ ആയിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻവേർട്ടിബിൾ ആണോ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറ്റർമിനൻറ്റ് പി എടുത്ത് നോക്കണം. 2 - 1 1 നോട്ട് ഈക്വൽ 0 ആണ്. അപ്പോൾ ഇതൊരു നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് ഇൻവേർട്ടാണ്, ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. ഇതൊരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സോ ഹിയർ ട്രാൻസ്ഫോർമേഷൻ, സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇവിടെ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. വിൽ എക്സിസ്റ്റ്. ഓക്കെ, കാരണം ഡിറ്റർമിനൻറ്റ് പി നോട്ട് ഈക്വൽ 0 ആണ്. എല്ലാത്തിൻ്റെ കേസിൽ അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 1 0 1 2/2 ആണ്. അപ്പം ബി ഒരു 2/2 ആയിരിക്കണം സ്ക്വയർ മെട്രിക് 1 0 0 1 സിമിലർ മെട്രിക്. അപ്പം സിമിലർ മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ i 0 എടുക്കണം. അപ്പോൾ ഞാൻ ഷോർട്ട് ട്രിക്ക് പറഞ്ഞു തന്നിട്ട് ഡിറ്റർമിനൻറ്റ് ബി മൈനസ് ലാംഡ i 0 എന്ന് എടുക്കണം. ഷോർട്ട് ട്രിക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് 2 ലാംഡ പ്ലസ് 1 = 0. ഇതിനും സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 1 = 0 അല്ലേ? അപ്പോൾ സിമിലാരിറ്റി ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ പി = ബി ഇൻവേഴ്സ് എ പി. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ കണ്ടീഷൻ. സോറി, ബി ഈസ് ഈക്വൽ ടു അങ്ങനല്ലേ, ബി ഈസ് ഈക്വൽ ടു അങ്ങനെയാണ്. അതായത് ബി ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്നാണ്. അപ്പോൾ പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ബി = എ പി എന്ന് കിട്ടും. അപ്പോൾ ഒരു മെട്രിക്സ് എടുക്കുക. പി എന്ന് പറയുന്നത് സപ്പോസ് എ ബി സി ഡി എന്ന് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ബി സി ഡി 1 0 0 1 = നീ എന്ന് പറയുന്നത് 1 1 0 1 അല്ലേ? ആണ് ഇൻറ്റു എ ബി സി ഡി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ കിട്ടും, അടുത്ത ബി കിട്ടും, അടുത്ത സി കിട്ടും, അടുത്ത ഡി കിട്ടും. = എ പ്ലസ് സി ബി പ്ലസ് ഡി സി ഡി എന്ന് കിട്ടും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി = എ പ്ലസ് സി എന്ന് കിട്ടും അല്ലേ? ഇക്വേറ്റ് ചെയ്യുക, റെസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുക. എ = എ പ്ലസ് സി എന്ന് കിട്ടും, അതിൻ്റെ അർത്ഥം സി = 0 എന്നാണ്. ബി = ബി പ്ലസ് ഡി എന്ന് കിട്ടും, അതിൻ്റെ അർത്ഥം ഡി = 0 എന്നാണ്. കണ്ടോ? സി = 0 ഡി = 0 എന്ന് കിട്ടി. ഇനി അപ്പോൾ അടുത്തതിൽ നിന്ന് എയും ബിയും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനെ അതുകൂട്ടാൻ എഴുതുക. എ = എ ബി 0 0 എന്ന് കിട്ടി. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ എന്ത് കിട്ടും? ഡിറ്റർമിനൻറ്റ് പി എന്ന് പറയുന്നത് എ × 0 മൈനസ് ബി × 0 എന്നാണ്. അത് 0 ആണ്. ഡിറ്റർമിനൻറ്റ് 0 എന്ന് പറയുമ്പം ഇൻവേഴ്സ് does not exist. Okay, that implies similarity transformation does not exist. So A and B not similar matrix. Similarity transform exist ചെയ്തില്ല, അതൊരു സിമിലർ മെട്രിക്സ് അല്ല. A and B not similar matrix. കണ്ടോ? although their characteristic equations are same. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സിമിലർ മെട്രിക്സ് ആണെങ്കിൽ അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സെയിം ആകുമ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആവണമെന്ന് നിർബന്ധമില്ല. സിമിലർ മെട്രിക്സ് ആവണമെന്ന് തന്നെ നിർബന്ധമില്ല, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സെയിം ആയതുകൊണ്ട്. സോ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം, ഇഫ് എ ആൻഡ് ബി ആർ സിമിലർ മെട്രിക്സ് ആണെങ്കിൽ, പക്ഷേ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യും, ദെൻ they will have same eigenvalues but not same eigenvector. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. നോട്ട് സെയിം eigenvector ഒരിക്കലും സെയിം ആവത്തില്ല. ഓക്കെ, ഓക്കെ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ടിഫർ ഇത് 2010 വന്നൊരു ചോദ്യമാണ്. ദ മെട്രിക്സ്, ഒരു മെട്രിക്സ് തന്നിട്ട് 1 1 0 1 1 1 0 1 1
can be related by a similarity transformation to the matrix. ഏത് മെട്രിക്സിനാണ് സിമിലർ? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എന്നുള്ളത് 1 1 1 1 -1 1 1 1 0. ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്നുള്ളത് 2 1 0 1 -1 -1 0 -1 2. സി എന്ന് പറയുന്ന മെട്രിക്സ് എന്നുള്ളത് 1 -1 0 -1 1 1 0 1 -1. ഡി എന്ന് പറയുന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് 1 -1 0 -1 1 1 0 1 1. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആദ്യം തന്നേക്കുന്ന ഈ മെട്രിക്സ് ഏതാണ് സിമിലർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമിലർ ആണെങ്കിൽ സെയിം ട്രേസ് ആയിരിക്കും, ഡിറ്റർമിനൻ്റ് ആയിരിക്കും, ഏഗൻ വാല്യൂ ആയിരിക്കും. അപ്പം ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഇതിൻ്റെ 1 1 0 തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രേസ് എന്തുവെന്ന് വേണോ? ട്രേസ് 3 ആണ്. അപ്പോൾ 3 വരുന്ന ഓപ്ഷൻസ് നോക്കൂ. ഇതിനകത്ത് ട്രേസ് ഇതല്ല, ഇത് 3 വരുന്നുണ്ട്, ഇതും വരത്തില്ല, ഇതും 3 വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 1 × 1 -1 0 ആകുമ്പോൾ -1 × 1 -0 +0 എന്ന് കിട്ടും. അതായത് 0 -1 എന്ന് കിട്ടും. അപ്പോൾ -1 എന്നാണ് ഡിറ്റർമിനൻ്റ്. ഈ എക്കും ഡിക്കും അകത്ത് ഏതാണ് -1 ഡിറ്റർമിനൻ്റ് വരുന്നത്? ഫസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 1 × 0 -1 എന്ന് കിട്ടും. -1 ഇതെടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 -1 +1 × 1 -1 +1 കിട്ടും. ഇത് -1 -1 +2 എന്ന് കിട്ടും. ഇത് 0 ആയിപ്പോൾ ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് നമുക്ക് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ എന്താണ്? 1 × 1 -1 0 ആയിപ്പോൾ +1 × -1 0 +0 എന്ന് കിട്ടും. ഇത് -1 ആണ്. കണ്ടോ? അപ്പോൾ ഈ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ആൻസർ. കണ്ടോ? നമുക്ക് ആ പ്രോപ്പർട്ടി മാത്രം ഉപയോഗിച്ച് ഈ പ്രോബ്ലം ഡിഫറൻഷ്യൽ ചെയ്യാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഹിയർ +1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 ആണ് ഡിറ്റർമിനൻ്റ് വരുന്നത്. അപ്പോൾ അതാവത്തില്ല, എന്തായാലും അതാവത്തില്ല, അത് വേറെ കാര്യം. -1 +1 +2. അപ്പോൾ ഇത് 2 എന്ന് വരും, അതാവത്തില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡയഗണലൈസേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.